മാനന്തവാടി ചാലിഗതയിൽ ആളെ കൊലപ്പെടുത്തിയ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം പുനരാരംഭിച്ചു. കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച് വയനാട് അതിർത്തിയിൽ വിട്ട കാട്ടാനയുടെ ലൊക്കേഷൻ പരിശോധിച്ചാകും തുടർ നടപടി. ആന കൊലപ്പെടുത്തിയ അജിയുടെ സംസ്കാരം പടമലപ്പള്ളിയിൽ ഇന്ന് 3 മണിയോടെയാണ് നടക്കുക. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ചേരുന്നുണ്ടാകിയതും AK ലതീഷിലേക്കാണ്. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കാവ്യ. ദൗത്യം തുടങ്ങിയോ? വനമന്ത്രി AK ശശീന്ദ്രൻ്റെ ഒരു പ്രതികരണം വന്നതായാണ് നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരം. ആന ജനവാസ മേഖലയിൽ നിന്നും ആനയെ തുരത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ആന കാട് കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വനമന്ത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. വനമന്ത്രിയുടെ പ്രതികരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ആ നിലയിൽ ജനവാസ മേഖലയിൽ നിന്നും ആന മാറിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ നിന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ വലിയ തോതിൽ ഫോറസ്റ്റ് അതേപോലെ തന്നെ പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ആ പ്രദേശത്തേക്ക് ഇന്നിപ്പോൾ ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാരും തന്നെ നിലവിൽ എത്തിയിട്ടില്ല. ഇന്നലെ ഇതിനെ തുരത്താൻ ആവശ്യമായ നടപടികൾ രാത്രി വൈകിയും നടന്നിരുന്നു. ദൗത്യം പുനരാരംഭിച്ചതുമായി ബന്ധപ്പെട്ട് മന്ത്രി നൽകിയ ഒരു സ്ഥിരീകരണത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ അവിടെ ഈ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? അത്തരം ആളുകളും നിലവിൽ ഈ പ്രദേശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തില്ല. ഇന്നലെ ഇതിനോട് ചേർന്ന് മുകൾ ഭാഗത്തായിരുന്നു ആന ക്യാമ്പ് ചെയ്തിരുന്നത്. രാത്രി ഒരു 10:30 കൂടി നമ്മൾ താമസിക്കുന്നതിൻ്റെ കുറച്ച് അകലെയായി ഒരു 100-300 മീറ്റർ മാറി ആന ഉണ്ട് എന്നറിയുകയും നമ്മളും ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം ഉള്ളതിനാൽ നമ്മൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ല. കാരണം നമുക്ക് ഈ പ്രദേശം അറിയുന്ന ആളുകളല്ല, നാട്ടുകാരായ ആളുകളും വളരെ കുറച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ആ സമയം ഇവിടെ ഉണ്ടായിരുന്നത്. കുറച്ച് ഇവിടെ നിന്ന് മാറി ഒരു 300 മീറ്റർ മാറിയിട്ടാണ് ആ വീട് എന്ന് പറയുന്ന വീടിൻ്റെ പുറകിലുള്ള വാഴ ചവിട്ടി ഒടിക്കുന്നത് കണ്ടാണ് ആളുകൾ ഇവിടേക്ക് വന്നു നോക്കിയത്. ആ സമയത്ത് ആനയെ അവർ കണ്ടു എന്നാണ് അവർ പറയുന്നത്. തിരിച്ച് ആന വീണ്ടും കയറി പോകുന്ന സാഹചര്യമായിരുന്നു. അപ്പോൾ സമയം 10:30 ആയിട്ടേ ഉള്ളൂ. ആ സമയത്തെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പോലീസും എല്ലാം ഈ സ്ഥലത്ത് വലിയ തോതിൽ തന്നെ ക്യാമ്പ് ചെയ്തിരുന്നു. മന്ത്രി പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ തണ്ണീർക്കൊമ്പൻ്റെ കാര്യത്തിലുണ്ടായ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു. ഇന്ന് അദ്ദേഹം ആ കാര്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ നിലയിൽ പരിശോധിക്കുകയാണെങ്കിൽ വനമന്ത്രിയുടെ ഒരു പ്രതികരണം നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് എടുക്കാവുന്നതാണ്. വനമന്ത്രി അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ റിപ്പോർട്ട് ലഭിക്കുക മന്ത്രിക്ക് തന്നെയാണ്. നമുക്ക് നിലവിൽ ഉദ്യോഗസ്ഥരെ ആരെയും കൂടുതൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവർ കൃത്യമായ വിവരം മാധ്യമങ്ങൾക്ക് നിലവിൽ നൽകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആളുകൾ ഭീതിയിലാണ്. ആന കാട് കയറിയെങ്കിൽ തന്നെ കാട് കയറുക എന്ന് പറയുന്നത് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാഴത്തോട്ടത്തിന് തൊട്ടപ്പുറം കാണുന്നത് വനമാണ്. കബനി ഒഴുകുന്നു. ഇതിന് തൊട്ട് താഴെയിലൂടെയാണ് കബനി ഒഴുകുന്നത്. അതിനപ്പുറം ഇവിടുന്ന് ഒരു 200-300 മീറ്റർ മാറിയാൽ തന്നെ വനപ്രദേശമാണ്. നമ്മളുടെ ക്യാമറ നിൽക്കുന്നതിൻ്റെ പുറകു വശത്തേക്ക് നോക്കിയാൽ അങ്ങോട്ട് പോവുകയാണെങ്കിലും ആ ഭാഗത്തേക്കും ഒരു 200-300 മീറ്റർ മാറിയാൽ വനം തന്നെയാണ്. അതിനിടയിൽ ആണ് ഈ പറയുന്ന ജനവാസ മേഖലയുള്ളത്. ആ പ്രദേശത്താണ് ഇന്നലെ ദാരുണമായൊരു സംഭവം, അജിയുടെ കൊലപാതകത്തിൽ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ആനയുടെ ആക്രമണം ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വനം വകുപ്പ് തന്നെയാണ് കൃത്യമായ ഒരു അറിയിപ്പ് നൽകേണ്ടത്, അല്ലെങ്കിൽ ഒരു തീരുമാനം അറിയിക്കേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സാധിക്കാവുന്ന വനമന്ത്രിയുടെ ഒരു പ്രതികരണം എടുക്കാം എന്നുള്ളതാണ്. തീർച്ചയായും ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ലതീഷ്, ഇന്നലെ രാത്രി വൈകിയുള്ള അവിടുത്തെ ഒരു സാഹചര്യമൊക്കെയും എങ്ങനെയായിരുന്നു? തീർച്ചയായും ജനങ്ങൾ ആ ഒരു ആശങ്കയിൽ തന്നെ തുടരുന്ന ഒരു സമയമാണെങ്കിൽ പോലും കൃത്യമായ ഒരു കരുതലും ഈ ഉദ്യോഗസ്ഥരുടെ ഒരു സഹായവും ഒക്കെ ആ മേഖലയിൽ ഉണ്ടായിരുന്നുവല്ലോ, അല്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താമസിച്ചിരുന്നതിൻ്റെ ഒരു 300-400 മീറ്റർ മാറി ആനയുണ്ട് എന്നറിയുന്നത് രാത്രി ഒരു 10:30 കൂടിയാണ്. നമ്മൾ അജിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ച് തിരിച്ച് വരുന്ന വഴിയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊന്നും അനുവദിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ നിലയിൽ അന്നപ്പോൾ നമ്മൾ അവിടെ ഉള്ള ആളുകളുമായി സംസാരിച്ചപ്പോഴാണ് ആന എത്തിയെന്നും വാഴ ചവിട്ടി ഒടിച്ച്
ഒച്ച ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ആനയായിരുന്നു എന്നും തിരിച്ച് ആളുകളുടെ ബഹളവും കേട്ട് ആന തിരിച്ച് മുകളിലോട്ട് തന്നെ കാട് കയറുന്ന ഒരു സാഹചര്യം, മുകളിലോട്ട് ഇന്നലെ പകൽ സമയം നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നും പറഞ്ഞത്. രാത്രി മുഴുവൻ തന്നെ ഈ പ്രദേശത്ത് പെട്രോളിംഗ് ഉണ്ടായിരുന്നു. വനം വകുപ്പിൻ്റെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും പെട്രോളിംഗ് ഉണ്ടായിരുന്നു. കൂടുതൽ RRT സേനാംഗങ്ങൾ ഈ പ്രദേശത്ത് വൈകിട്ടോടുകൂടി തന്നെ എത്തിയിരുന്നു ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന്. കാരണം ഇന്നലെ ഒരാളുടെ ജീവനെടുത്ത ആന മറ്റൊരാളുടെ ജീവനെടുക്കരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശം ഉണ്ടാക്കരുത് എന്നുള്ള കൃത്യമായ ഒരു ജാഗ്രത വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത് പകൽ മുഴുവൻ ആ ജാഗ്രത തുടരുകയും ചെയ്തിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നൊരു 300 മീറ്റർ മാറിയാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. എന്നാൽ അവിടെ മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ആനയുടെ ലൊക്കേഷൻ ഇന്നലെ കൃത്യമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആനയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിനാൾ ഉദ്യോഗസ്ഥർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല. കർണാടക സർക്കാരിൻ്റെ കൂടി സഹായം ഇക്കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തു. എന്തായാലും ആളുകൾ പലതരത്തിലുള്ള പ്രതികരണമാണ്, അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന്. കാരണം ജനങ്ങൾ വലിയ ഭീതിയോടെ തന്നെയാണ് ഈ പ്രദേശത്ത് കഴിയുന്നത്. അവർ നിരന്തരം ആനയാണെങ്കിലും മറ്റ് വന്യജീവികളാണെങ്കിലും അവയുടെയെല്ലാം ആക്രമണങ്ങളും അതേപോലെ തന്നെ അവയുടെ സാന്നിധ്യവും നേരിൽ കാണുന്ന ആളുകളാണ്. വലിയ ഭീതി സ്വാഭാവികമായും ഉണ്ടാകും. വന്യജീവികളുടെ ഭീതി എന്ന് പറയുന്നത് അത് അനുഭവിച്ച ആളുകൾക്ക് മാത്രമാണ് പറയാൻ കഴിയുക. നമുക്ക് നാട്ടിലുള്ള ആളുകൾക്ക് രാത്രി പാമ്പിനെയോ അല്ലെങ്കിൽ നായകളെയോ ഒക്കെ പേടിച്ചാൽ മതിയെങ്കിൽ ഇത്തരത്തിൽ വന്യജീവികളെ ഭയന്ന് കഴിയുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഭീതിജനകം തന്നെയാണ്. ആ നിലയിൽ കഴിഞ്ഞു വരുന്ന ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത്. കൂടുതലായി മുൻകാലങ്ങളിലെല്ലാം ഉള്ളതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയും ഭീതി പരത്തുകയും ജീവികളെയും വളർത്തുമൃഗങ്ങളെയും മനുഷ്യജീവനും ഭീഷണിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അതിന് തുരത്താൻ ആവശ്യമായ അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമ്പോൾ തന്നെ ആ സ്വീകരിക്കുന്ന നടപടികൾക്കപ്പുറത്തേക്ക് വന്യജീവികളുടെ ആക്രമണം ഈ മേഖലയിൽ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള രോഷത്തിനും അവരുടെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തിനും കാരണമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി അല്ല, ജനങ്ങളുടെ പ്രതികരണം അത് വളരെ സ്വാഭാവികമായ പ്രതികരണമാണ്. കാരണം അത്രത്തോളം വലിയൊരു ദാരുണമായ സംഭവം നേരിട്ടതിന്റെ ആ ഒരു ഞെട്ടലും വൈകാരികമായ ഒരു അന്തരീക്ഷമൊക്കെയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ പൂർണ്ണമായും മാനിച്ചാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് മന്ത്രി അദ്ദേഹം കൃത്യമായി പറയുകയുണ്ടായി. ജനങ്ങളുടെ ആ ഒരു സാഹചര്യത്തെയും ആശങ്കയും ഒക്കെ പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ അവിടെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. ഇന്നലത്തെ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെയും ഇപ്പോൾ ലതീഷ് സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും സങ്കടകരം അജി എന്ന് പറയുന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ്. ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വൈകിട്ടാണ് സംസ്കാരമെന്ന് അറിയുന്നു. അജിയുടെ മൃതദേഹം ഇന്നലെ രാത്രി വൈകിയാണ്, അതൊരു 10 മണിക്ക് ശേഷമാണ് വീട്ടിലേക്ക് എത്തിച്ചത്. മാനന്തവാടിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇന്ന് 3 മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ സുഹൃത്തുക്കളും മറ്റു ആളുകളും എല്ലാം മൃതദേഹം കാണുന്നതിനായി വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചകഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയുന്നത്. ആന മണ്ടുണ്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് കോളനിയിൽ വനപ്രദേശത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കുറുവ വനമേഖലയ്ക്ക് സമീപം തന്നെയാണ് ഈ പ്രദേശമെന്നും പറയുന്നു. കൃത്യമായ മേഖല ഒരിക്കൽ കൂടി പറയാമോ? പടമലയിൽ മണ്ണുണ്ടി കോളനി എന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കുങ്കിയാനകൾ പടമലയിൽ എത്തിയിട്ടുമുണ്ട്. ദൗത്യം സ്വാഭാവികമായും ജനവാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ RRT സംഘം ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്താണ് ആനയെങ്കിൽ സ്വാഭാവികമായും ആനയെ മയക്കുവെടി വെക്കാനുള്ള നടപടികളിലേക്ക് പോകും. അത് ഇവിടെ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ എങ്കിലും നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അങ്ങോട്ട് വളരെ വേഗത്തിൽ തന്നെ പോകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആ മേഖലയിൽ ആനയുണ്ട്. അത് ഇവിടെ നിന്നും ഒരു 7-8 കിലോമീറ്റർ മാറിയിട്ടാണ് എന്നാണ് നമുക്കിപ്പോൾ. തീർച്ചയായും ലതീഷ് ടെലിഫോൺ ലൈനിൽ തുടരുക. ലതീഷിന് ആ ഒരു യാത്ര 6-7 കിലോമീറ്റർ
ഇപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രതീഷിന് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് മണ്ണുണ്ടി കോളനിയിൽ ഈ ആനയുടെ പ്രദേശം ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ട, അതായത് ബേലൂർ മഖനയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട, മയക്കുപിടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്.